كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഉപകാരപ്രദമായ സബ്ജക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം മറ്റൊരു വിഷയം, അതായത് രോഗം എന്തുകൊണ്ട് പെട്ടെന്ന് ശമനം കിട്ടുന്നില്ല. പലപ്പോഴും രോഗികൾ വിചാരിക്കുന്നത് ചികിത്സകന്മാരുടെ അടുത്ത് എത്തിയാൽ അവർ നുള്ളിയെടുത്തങ്ങ് വിടും, ഊതി അങ്ങ് പറപ്പിച്ച് കളയും. ചെന്ന ഉടനെ രോഗവും മാറി സന്തോഷമായിട്ട് തിരിച്ചെത്താം, ഒറ്റ മന്ത്രത്തിലെല്ലാം അവസാനിക്കും എന്നൊക്കെയാണ് തെറ്റായി ധരിച്ചിരിക്കുന്നത്. ഒറ്റ മന്ത്രത്തിൽ അവസാനിക്കുന്ന രോഗങ്ങളുണ്ട്. രോഗി ചികിത്സനെ കണ്ടാൽ മതി, ചികിത്സ തന്നെ വേണ്ടി വരില്ല, അങ്ങനെയും മാറുന്ന ജിന്നുകളുണ്ട്, ബാധകളുണ്ട്. ഒന്നോ രണ്ടോ മന്ത്രത്തിൽ ഒഴിഞ്ഞു പോകുന്ന രോഗങ്ങളുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ചികിത്സ ഫലപ്രദമായി ലഭിക്കുകയും അങ്ങനെ പൂർണ്ണ സന്തോഷത്തോടുകൂടി മടങ്ങുന്ന രോഗികളും ധാരാളമുണ്ട്. അവരെ സംബന്ധിച്ചല്ല, മറിച്ച് വലിയൊരു വിഭാഗം രോഗികൾ നിരന്തരമായ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സങ്കീർണങ്ങളിലും നിരവധി ചികിത്സകൾക്ക് ശേഷവും വളരെ ബുദ്ധിമുട്ടോടുകൂടി കഴിയുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. മറ്റ് ചില കാരണങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതല്ലാത്ത വളരെ നിഗൂഢവും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പിശാച് ഒഴിഞ്ഞു പോകാതെ നിലകൊള്ളുന്നതിന് ആയിട്ട് കാരണമായിട്ടുണ്ടാവാം. അത് ഈ സൃഷ്ടികൾ, ജിന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഉള്ള, നമ്മൾ കാണുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയല്ലല്ലോ. അപ്പോൾ വളരെ ഡീപ്പായിട്ട് മാത്രം നിരീക്ഷിച്ചാൽ വളരെ നിഗൂഢമായിട്ടുള്ള, വളരെ അതീവ രഹസ്യമായിട്ടുള്ള കാരണങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അതിൽ ചില കാരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ജിന്നുകൾക്ക് മനുഷ്യരോട് സ്നേഹം തോന്നിയാൽ, പ്രേമം തോന്നിയാൽ, വേറെന്തെങ്കിലും രീതിയിലുള്ള അഗാധമായ ഒരടുപ്പം ഏതെങ്കിലും മനുഷ്യരോടുണ്ടായാൽ ആ ബാധ ഒഴിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. അതുപോലെ ജിന്നുകൾക്ക് ശത്രുത തോന്നിയാൽ, എന്തെങ്കിലും നമ്മളെ കൊണ്ട് അവർക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയും അങ്ങനെ നമ്മളോട് പ്രതികാരം വീട്ടണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ ജിന്നുകൾ വസിക്കുന്ന ചില ഇടങ്ങളുണ്ട്, അവരുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങൾ നമ്മുടെ പേരിൽ വരികയോ അല്ലെങ്കിൽ നമ്മൾ വസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതുമൂലമുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിന് ചില സ്ഥലങ്ങളിലൊക്കെ മന്ത്രവും മറ്റും കൊണ്ട് ഫലപ്പെടുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അത് വിജയകരമല്ല. ശൈത്താൻ ഒഴിഞ്ഞു പോകുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ദീർഘനാളത്തെ ചികിത്സ വേണ്ടി വരും. ഏറ്റവും എളുപ്പമുള്ളത് അങ്ങനെ വാസമുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലായാൽ അവിടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുക, അതിനുള്ള പ്രതിവിധി കണ്ടെത്തി മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ താമസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചില കാരണങ്ങൾ കൊണ്ടും രോഗ ചികിത്സ സങ്കീർണമാകും. ശമനത്തിനുള്ള സമയം നേരിട്ടേക്കും. അതിനൊക്കെ അതിൻ്റെ ചികിത്സാ രീതികളും മാർഗങ്ങളും വളരെ കൃത്യമായിട്ടുണ്ട്. ആ ചികിത്സകൾ തുടർന്നവർക്ക് അത് പിന്തുടരുകയും ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുകയോ ഒക്കെ ആകാം. സാധിക്കാത്തവർ അതിൽ നിന്ന് മോചിതരാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്.
ശൈത്താന്റെ വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ കാരണം ഈ പിശാചുക്കൾ നമ്മളെപ്പോലെ അവിടെ നൂറ്റാണ്ടുകളായിട്ട് വസിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ആ സ്ഥലം വാങ്ങി നമ്മളവിടെ വീട് വെച്ചു താമസമായി എന്ന് വരുമ്പോൾ പിശാചുക്കൾക്ക് അത് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോവാൻ മറ്റൊരു സ്ഥലം അവർക്കില്ല. കാരണം ജിന്നുകൾ നമ്മളെപ്പോലെ തന്നെ മറ്റൊരു വിഭാഗം ജിന്നുകൾ ചെന്നു കഴിഞ്ഞാൽ അവർ വസിക്കുന്നിടത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഇടങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവിടേക്ക് പ്രവേശിപ്പിക്കുകയോ ചെയ്യില്ല. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവിടെ വാസമുറപ്പിച്ച സ്ഥലത്ത് അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടാവും. കുട്ടികൾ പഠിക്കുന്നുണ്ടാവും സ്കൂളുകളിലും മറ്റ് സംവിധാനങ്ങളിലും. അതുപോലെ ബിസിനസ്സും മാർക്കറ്റുകളും ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ, ഒഴിഞ്ഞു പോകുന്നതിന്, മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിന്, ഇത് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് മനുഷ്യൻ നേരിടുന്നത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാനൊരു നമ്മുടെ ചികിത്സാനുഭവത്തിലൊരു സംഭവം കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കാം. ഒരിക്കൽ ഒരു രോഗിയെ മന്ത്രിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ രോഗിയിൽ ശൈത്താൻ ഹാജരായിട്ട് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അജ്മീറിൽ നിന്ന് വന്നതാണ്, അജ്മീറിൽ പോയപ്പോൾ അങ്ങനെ കൂടെ കയറി വന്നതാണ്. അപ്പോൾ എന്നാ നീ നിന്റെ സ്ഥലത്തേക്ക് നീ തിരിച്ചു വയ്ക്കോ എന്ന് ജിന്നിനോട് പറഞ്ഞപ്പോൾ ജിന്ന് പറഞ്ഞു, അവിടെ നിന്ന് വന്നിട്ട് കുറേ നാളായി, ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധ്യമല്ല, അവിടെ ചെന്നാൽ എടുക്കത്തില്ല. അല്ല എന്നാലും നീ ഒന്ന് പോയി നോക്ക്. അങ്ങനെ ഞാൻ ഒന്ന് പോയി നോക്കാം എന്ന് ജിന്ന് പറയുകയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ജിന്ന് പറഞ്ഞു, ഞാനവിടെ മൊത്തം പോയി നോക്കി, പക്ഷേ എൻ്റെ ഫയൽ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് അതിൽ നിന്ന് വെട്ടിയെന്നാണ് തോന്നുന്നത്, എൻ്റെ പേര് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അവിടെ എനിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ന്യായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു അനുഭവം രോഗിയിലൂടെ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ജിന്നുകൾ അടുത്തുനിന്ന് ഒഴിഞ്ഞ് പോവുക എന്നുള്ളത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തിരിച്ചു ചെല്ലുക എന്നുള്ളതൊക്കെ കുറച്ച് സങ്കീർണമായി അവരുടെ ലോകത്ത് ചില പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചികിത്സയും അതനുസരിച്ച് എന്ത് ചെയ്യും, കുറച്ച് സങ്കീർണമായിട്ട് നീളും. എന്നാൽ ഈമാനികമായ കരുത്തും അമലി ത്വാക്കത്തുമുള്ള ശക്തരായ വിശ്വാസത്തിൽ ദൃഢതയുള്ള ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ ലളിതമായി കൈകാര്യം ചെയ്യാനും കഴിഞ്ഞേക്കും. അത് ചികിത്സകന്റെ പ്രാപ്തി കൊണ്ടും അതുപോലെ രോഗിയുടെ ഈമാനികമായ പ്രാപ്തി കൊണ്ടും ഒക്കെ അതിന് സാധിച്ചേക്കും. പൊതുവിലുള്ള അവസ്ഥ സൂചിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. علم ربي من سؤال